പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തിരുവിതാംകൂർ രാജവംശത്തോടും തിരുവിതാംകൂർ സൈന്യത്തോടും വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിലെ ഒരു സൈനികന് വള്ളിയൂർ നദിയിൽ നിന്ന് ഗണപതിയുടെ ഒരു വിഗ്രഹം ലഭിച്ചു. അദ്ദേഹം ആ വിഗ്രഹം എപ്പോഴും തൻ്റെ കൂടെ കരുതുകയും ആരാധിക്കുകയും ചെയ്തു. പിന്നീട് അത് സൈന്യത്തിൻ്റെ ആരാധ്യദേവനായി മാറി. 1760 മഹാരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ സൈന്യവും ഒപ്പമെത്തി. ഗണപതിയുടെ വിഗ്രഹവും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്ന് ആദ്യം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു അരയാൽ മരത്തിൻ്റെ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് 1765 ധർമ്മരാജാവിൻ്റെ പിന്തുണയോടെ പഴവങ്ങാടിയിൽ ഇന്നുള്ള സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് ക്ഷേത്രം നവീകരിക്കുകയും പിന്നീട് ദുർഗാദേവിയുടെയും വേട്ടക്കുരുമാൻ്റെയും ഉപക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 1951 തിരുവിതാംകൂർ സൈന്യം ഇന്ത്യൻ സൈന്യത്തിൽ ലയിച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ ഭരണ ചുമതല ഇന്ത്യൻ സൈന്യത്തിന് കീഴിലായി. ഇന്ന് ഇത് മദ്രാസ് റെജിമെൻ്റൽ സെൻ്ററാണ് പരിപാലിക്കുന്നത്. പ്രധാന പ്രതിഷ്ഠ മഹാഗണപതിയാണ്. വലതുകാൽ മടക്കിയിരിക്കുന്ന രൂപത്തിലുള്ള ഈ വിഗ്രഹം വളരെ അപൂർവമാണ്. തേങ്ങ ഉടയ്ക്കൽ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ്. ജീവിതത്തിലെ വിഘ്നങ്ങൾ നീങ്ങുമെന്ന വിശ്വാസത്തോടെയാണ് ഭക്തർ തേങ്ങ ഉടയ്ക്കുന്നത്. വിനായക ചതുർത്ഥി, സങ്കടഹര ചതുർത്ഥി, വിരാട് ചതുർത്ഥി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേരുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പരീക്ഷകൾ, യാത്രകൾ, ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എന്നിവയ്ക്ക് മുൻപ് ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം തേടി ഭക്തർ ഇവിടെ എത്തുന്നത് ഒരു വിശ്വാസപരമായ ആചാരമാണ്.